ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലത്താണ്. ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ അനശ്വര നടനായ ശ്രീ ജയൻ സാറിൻ്റെ മകൻ്റെ വീട്ടിലാണ്. ശ്രീ മുരളി ജയൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മളിവിടെ വീടിൻ്റെ വാതിൽ വന്നിപ്പോൾ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ബെല്ലടിച്ച് നോക്കാം. നമസ്കാരം. ഞാൻ ഇന്ന് വെളുപ്പിനെ വന്നേ ഉള്ളൂ. ഇന്നലെ എറണാകുളമായിരുന്നു. ഞാൻ പോയതായിരുന്നു. ജൂനിയേഴ്സ് ജേർണി എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ പ്രൊമോ ചെയ്യാൻ വേണ്ടി എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിനെ വന്നേ ഉള്ളൂ. ചേട്ടാ, പിന്നെ എന്തുണ്ട്? സുഖം. പിന്നെ പുതിയ സിനിമയുടെ ഒക്കെ എന്തോ വിശേഷം? ഒരു സിനിമ റിലീസായി. നമ്മുടെ ഷൈൻ ടോം ചാക്കോ നായകനായ ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞൊരു സിനിമക്കകത്ത് എനിക്ക് ബസ് കണ്ടക്ടർ വേഷം ചെയ്യാനായിട്ട് അതിന്റെ ഡയറക്ടർ GM മനു സാർ, കോഴിക്കോട് തന്നെ. അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അദ്ദേഹം അങ്ങനെ അതിന് പോയി. അതിന്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ റോബിൻ അമ്പാട്ട് എന്ന് പറഞ്ഞ കാഞ്ഞങ്ങോട്ടായിരുന്നു എന്റെ സിനിമ ഷൂട്ട്. അത് റിലീസായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹലോ യൂബർ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചായിരുന്നു. അപ്പൊ ഞാൻ അതിന് പോയായിരുന്നു. ചെറിയ വേഷം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രഘുറാം എന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്നെ വിളിച്ചു. അതിനകത്ത് ഒരു ചെറിയ വേഷം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. പക്ഷെ നല്ല വേഷമായിരുന്നു. നല്ലൊരു ഫൈറ്റ് സീനായിരുന്നു. അപ്പോൾ അത് പോയി ചെയ്ത് എല്ലാം കഴിഞ്ഞ്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ പ്രമോ ഉണ്ടായിരുന്നു. ജൂനിയേഴ്സ് ജേണി എന്നാണ് ആ സിനിമയുടെ പേര്. അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. 3 പ്രാവശ്യം. അതായത് മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് 2 പ്രാവശ്യം കണ്ട്. പിന്നെ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി കണ്ടു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അവസരം അമ്മ ഉണ്ടാക്കി തന്നില്ല. ഇപ്പം അച്ഛന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അച്ഛന്റെ കുടുംബത്തിൽ അച്ഛന്റെ അമ്മയും അച്ഛനും അച്ഛന്റെ അനിയനും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. പിന്നെ അനിയന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവരെല്ലാം മരണപ്പെട്ടു പോയി. പിന്നെ അച്ഛന്റെ അനിയന്റെ മൂത്ത മകൻ കണ്ണൻ നായർ, അയാളും മരണപ്പെട്ടു പോയി. ഇപ്പൊ ചേട്ടനെ കൂടുതൽ എതിർക്കുന്നത് അച്ഛൻ വീട്ടുകാരല്ല, വേറെ ആൾക്കാരാണ്. അത് നമ്മുടെ അച്ഛന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു ജയൻകല സാംസ്കാരിക വേദിയുണ്ട്. അവര് ഒരു എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ ജയന്റെ മനയിൽ നിന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടല്ല, ആ ജയൻകല വേദിയിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മോശമാണ്. വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. അപ്പൊ അതിനെതിരെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് അവന്മാർ ഞാൻ ഇങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുന്ന കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ ആളെല്ലാം തെളിവെല്ലാം വന്നാൽ ആ ജയൻകല സാംസ്കാരിക വേദി ഞാൻ പൂട്ടിക്കും. സംഘടന പ്രവർത്തനം മൊത്തം മോശമാണ്. പിന്നെ നമ്മുടെ തൃശ്ശൂർ ജയൻ അഷ്റഫ് ജയൻ ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നല്ലോ. ഇവിടെ വന്നായിരുന്നു. അപ്പൊ അതിന് അഷ്റഫിനെ കൊന്നുകളയും, വെട്ടിക്കളയും, മാന്തിക്കളയും പറഞ്ഞിട്ട് അഷ്റഫിനെതിരെ കുമാരി തിരിഞ്ഞു. അതെ. അഷ്റഫ് ഇവിടെ വന്ന് എന്നെ കണ്ടതിന് അയാളെ ചീത്ത പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ അഷ്റഫ് ജയൻ ഇവിടെ വന്നിട്ട് ജയൻ സാറിന്റെ കുടുംബത്ത് പോയില്ല എന്ന് പറഞ്ഞിട്ട്. ജയൻ സാറിന്റെ കുടുംബമൊന്നുമില്ലല്ലോ. ഇല്ല അല്ലേ? അച്ഛന്റെ കുടുംബമൊന്നുമില്ല. ഇല്ല. ജയൻ സാറിന്റെ ഇവിടെ ഏത് കുടുംബത്തില്ല ചെന്ന് കയറണം നോക്കാത്ത. അപ്പൊ നിങ്ങളിപ്പോ എന്റെ ഈ വീട്ടിൽ വന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഒരു വീടുണ്ടല്ലോ. ഇത് വാടക വീടാണ്, പക്ഷെ ഇവിടെ ഒരു വീടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വരാമല്ലോ. അപ്പൊ എന്റെ അച്ഛൻ ശ്രീ ജയൻ അദ്ദേഹത്തിന്റെ ഏത് വീട്ടിൽ ചെല്ലും? എവിടെയാണ് അദ്ദേഹത്തിന് വീടുള്ളത്? ആ വീട് വരെ പൊളിച്ചില്ലേ അച്ഛന്റെ അനുജന്റെ മകൻ ആദിത്യനാണ് ആ വീട് പൊളിക്കുന്നത്. അതിനുള്ള കാരണം ഉണ്ടാക്കിയ പയ്യനാ. ആ പയ്യൻ ആദിത്യൻ എന്ന് പറയുന്ന ആ ജന്മം ഭൂമിയിൽ കാല് വെച്ചതേ ഉള്ളൂ. കാല് വെച്ച് 40-ാം ദിവസം എന്റെ അച്ഛൻ മരണപ്പെട്ടു പോന്നു. ആ പയ്യന് 3 വയസ്സങ്ങോട്ടായപ്പം ആ വീട് വിറ്റ് അവര് തെരുവിൽ ഇറങ്ങുന്നു, ആ ഫാമിലി. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ അവർക്ക് വീടും സ്ഥലമൊന്നും ഇല്ല. ഒരു വകയില്ല. ആ പയ്യന്റെ വരവോടുകൂടിയാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്, ഉറപ്പാ. ആ പയ്യൻ തന്നെ എന്റെ അച്ഛന്റെ ജയന്റെ വീട് എന്നറിയപ്പെടുന്ന ആ വീട് അത് വാങ്ങിച്ച ആളുകള് അദ്ദേഹത്തിന്റെ വീടെന്ന നിലയിൽ അതിനെ കാത്ത് സംരക്ഷിച്ചു വെച്ചിരുന്നു, പൊളിക്കാതെ. കാര്യം ആയിരക്കണക്കിന് ആളുകൾ അവിടെ ചെല്ലുന്നത് ജയൻ സാറിന്റെ ഒരു വീടാണ്. ആ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ട് വീടാ. പക്ഷെ ആളുകൾക്ക് അതൊരു കൗതുകം, ഒരു വലിയ കൊട്ടാരം പോലത്തെ രീതിയിലാണ് അതിനെ കാണുന്നത്. ജയൻ സാറിന്റെ വീടിന്റെ അവിടെ വരണം, കുറച്ചു നേരം അവിടെ ഇരിക്കണം, അദ്ദേഹത്തിന്റെ ആത്മാവുണ്ട്, അതുകൊണ്ട് ആത്മാവായിട്ട് ലയിച്ചോണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ നവംബർ 16 തലേന്നേ ഫാമിലി ആയിട്ട് ഭാര്യയും മക്കളൊക്കെ വന്ന് കൊല്ലത്ത് വന്ന് ലോഡ്ജ് റൂം എടുത്ത് കടന്ന് പിറ്റേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ 2-3 ദിവസം അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. അപ്പൊ അവരാ വീട് ആ അന്തരീക്ഷം അതൊക്കെ ഒന്ന് ആസ്വദിക്കാനും അവിടെ 10 മിനിറ്റ് ഇരിക്കാനൊക്കെയാണ് വരുന്നത്. ആ വീട് പോലും ഈ ആയത്തും പോയി പൊളിച്ചോളാം. പിന്നെ കുറെ ആൾക്കാർ യൂട്യൂബ് ചാനലിൽ കമന്റ് ഇട്ടേക്കുന്നത് ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ അമേരിക്കയിലായിരുന്നു. അമേരിക്ക കുറച്ച് എസ്റ്റേറ്റ് ഉണ്ട്.
അപ്പൊ അവിടെ കുറെ തൊഴിലാളുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ പോകണ്ടേ. അപ്പൊ അത് ഞാൻ പോയില്ലേ പറ്റൂ. പൊട്ടന്മാരായി ചോദിക്കുന്ന ചോദ്യം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ 2001 ഞാൻ വന്ന ജയന്റെ മകനാണെന്ന് പറയും. 2001 പത്രത്തിലൂടെ ഞാൻ വന്നു. ഇന്ന് 24 വർഷമായി. 24 വർഷമായിട്ട് ഇവരെന്താ ജയന്റെ മകനല്ല അല്ല എന്ന് തെളിയിക്കാൻ പാടെന്താ? 24 വർഷം വേണോ? ചേട്ടാ ആദിത്യൻ പറഞ്ഞല്ലോ DNA എടുക്കാൻ തയ്യാറാണെന്ന്. ചേട്ടൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ആര്? ഞാൻ തയ്യാറല്ലേ, പണ്ടേ തയ്യാറല്ലേ. 24 വർഷമായിട്ട് തയ്യാറാ. ആദിത്യനാ മുങ്ങുന്നു, ഇപ്പൊ മുങ്ങി. ആദിത്യൻ പറഞ്ഞത് ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ അയാൾക്ക് DNA എടുക്കാൻ താല്പര്യമില്ല. പക്ഷെ അയാളുടെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞ് വന്നാൽ അയാൾ DNA എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ നമ്മൾ ഇനിയിപ്പോ ജയന്റെ മകനല്ല, ഞാൻ അതൊക്കെ താത്തു, ഞാൻ പദവി ജയന്റെ മകൻ എന്ന പദവി ഞാൻ താത്തു വെക്കുവാണ്. ഇനി ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ആദിത്യം വരണം. ആദിത്യം വന്ന് DNA എടുത്ത് ഞാൻ ജയന്റെ മകനല്ല എന്ന് തെളിയിക്കണം. ആദിത്യന്റെ അവര് പറയുന്നത് സോമൻ നായരുടെ മകനാണെന്ന്. അങ്ങനെ സോമൻ നായരുടെ മകനാണെന്ന് ആദിത്യം തെളിയിക്കണം. അതിന് വേറെ സോമൻ നായരുടെ മകനാണെന്ന് തെളിയിക്കാൻ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി വേണ്ടല്ലോ. സോമൻ നായർ കൊണ്ടാണല്ലോ ആദിത്യം. അങ്ങനെയാണെങ്കിൽ ആദിത്യൻ സോമൻ നായരുടെ മകനാണ് എങ്കിൽ ഞാൻ സോമൻ നായരുടെ മകനാണെങ്കിൽ ഞങ്ങളുടെ ഒരച്ഛന്റെ മകനാണെന്ന് മാച്ച് ആവില്ല. ഇപ്പൊ സോമൻ നായരും വേണ്ടല്ലോ. ആദിത്യൻ തന്നെ സോമന്റെ മോനാണെന്ന് അയാൾക്ക് അറിയാം. അപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ ആദിത്യൻ വരട്ടെ. പക്ഷെ ആദിത്യൻ മുങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഒരുപക്ഷെ ആദിത്യൻ DNA എടുക്കാൻ വന്നാൽ ചേട്ടന്റെ പ്രതികരണം എന്തുവാണ്? പ്രതികരണമല്ല, എനിക്ക് സ്വാഗതമാണ് പറയാനുള്ളത്. സ്വാഗതമാണ്. നന്ദി വേണം പറയാൻ. നന്ദി പറയണമല്ലോ. അവൻ ധൈര്യം ഉണ്ടെങ്കിൽ, ആദിത്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നത്, അന്ന് പറഞ്ഞാലും ഇന്നാളും പറഞ്ഞാലും പറയുന്നത്, അവൻ ആണാണെങ്കിൽ, അവൻ സോമൻ നായരുടെ മകനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ വരാൻ പറയാം DNA എടുക്കാൻ. ഞാൻ ആദിത്യ, നിന്നെ ഞാൻ വെല്ലുവിളിക്കാണ് മക്കളെ. നീ ആണാണെങ്കിൽ എൻ്റെ കൂടെ വാ DNA എടുക്കാൻ. നീ ഈ നാട്ടുകാരൊക്കെ എല്ലാം പൈസ കൊടുക്കാതെയോ അല്ലെങ്കിൽ ആരെങ്കിലെയൊക്കെ കൊണ്ടോ നീ എനിക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷെ അതെല്ലാം ചീറ്റി പോവുകയാണ്. ഒരു ജനവും അതൊന്നും വിശ്വസിച്ചില്ല. നീ മാറി നിന്നിട്ട് ഞാൻ റോഡിലൂടെ പോകുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ എന്നെ കണ്ടുകൊണ്ട് ഓടി വന്ന് ജയൻ സാറിന്റെ മകനല്ലേ, മുരളിച്ചേട്ടനല്ലേ, മുരളിജയനല്ലേ എന്ന് പറഞ്ഞ് വന്ന് എൻ്റെ കൂടെ നിന്ന് റോഡിൽ നിന്ന് സംസാരിക്കുകയും എൻ്റെ കൂടെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരെ നിനക്ക് കാണിച്ചു തരാം. മനസ്സിലല്ലേ? അപ്പം നീ ധൈര്യം ഉണ്ടെങ്കിൽ, നീ നല്ലൊരു ആൺകുട്ടിയാണെങ്കിൽ നീ വാ, ഞാൻ DNA എടുക്കാൻ തയ്യാറാണ്. വെല്ലുവിളിക്കുവാണ് ഞാൻ. ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി സോമൻ നായരുടെ മകനാണ് എന്ന് ആദിത്യന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അയാൾ മുങ്ങിയത്. മനസ്സിലല്ലേ? അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വരണം. പക്ഷെ ആ പയ്യൻ വരുന്നില്ല എന്നതിന്റെ അർത്ഥം അയാൾക്ക് അയാളെ വിശ്വാസമില്ല. അയാൾ ആരുടെ മകനാണെന്ന് ആണോ അല്ലയോ? എനിക്ക് ജയന്റെ മകനാണെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ 24 വർഷമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ DNAക്ക് തയ്യാർ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് വരില്ല? അപ്പൊ പറഞ്ഞല്ലോ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞ് വന്നാൽ DNA എടുക്കാന്ന്. അപ്പൊ ഞാൻ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ DNA എടുക്കണമെങ്കിൽ അയാൾക്ക് ആദിത്യന്റെ ഒരു ഉറപ്പ് വേണമല്ലോ, ആദിത്യൻ സോമൻ നായരുടെ മകനാണെന്ന്. അപ്പൊ ആദിത്യൻ വന്നില്ലല്ലോ. ഒരാഴ്ച അവധി ഞാൻ കൊടുത്തു. എനിക്ക് ഒരാഴ്ചയിലേ കൊടുക്കാൻ പറ്റൂ. ഇനി എന്റെ ജീവിതകാലം മുഴുവൻ അവര് പറയുന്നത് കേട്ടോണ്ട് എന്റെ അച്ഛന്റെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് ശേഷം 9 വർഷം, ഞാൻ ജനിച്ചു 9 വർഷത്തിന് ശേഷം ജനിച്ച ആദിത്യൻ പറയുന്നത് കേട്ടോണ്ട് ഞാൻ സോമൻ നായരുടെ മകനായിട്ട് ഈ ഭൂമി ജീവിച്ച് മരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ അമ്മ പറഞ്ഞാണ് എൻ്റെ അച്ഛൻ. ഇനി ഇവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ സോമൻ നായരുടെ മകനാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറ്. പക്ഷെ ഒരാഴ്ച അവധിയും കൊടുത്ത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് എത്ര വ്യാഴം, ഇന്ന് ദിവസം, ഇന്ന് വെള്ളിയായി. അടുത്ത 1.5 ആഴ്ച കഴിഞ്ഞു. എന്നിട്ട് ആദിത്യം വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കേണ്ടത്, ആദിത്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉറപ്പില്ല. അയാള് എൻ്റെ അച്ഛൻ ശ്രീ ജയന്റെ അനുജൻ സോമൻ നായരുടെ മകനാണെന്ന് അയാൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അയാൾ മുങ്ങിയത്. ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. അയാൾ ഒരു സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ കണ്ട 2500 രൂപയും കണ്ട കിട്ടുന്നത്. അത്ര കണ്ടേ ഉള്ളൂ. അതിനകത്തുള്ള ആരുടെ എൻ്റെ അടുത്ത് പറഞ്ഞു 2500 കണ്ട് ഞാൻ കിട്ടുന്നത്. പെട്രോളും കിറ്റുകളൊന്നും ഇല്ല. ഉള്ള 2500 കൊടുക്കും. വലിയ നടന്മാർക്ക് 15,000 20,000 കൊടുക്കും. പെട്രോൾ ചെലവും കൊടുക്കും. കാറോട് പോകുമ്പോൾ പെട്രോൾ ചെലവും കൊടുക്കും. ഇയാൾക്ക് കണ്ട കിട്ടുന്നത് 2500 കണ്ട പറഞ്ഞ. അപ്പൊ അയാൾ ഒരു ദിവസം നമ്മുടെ DNA എടുക്കാൻ പറയുമ്പോൾ അയാൾക്ക് ഒരു മെനക്കെടുകൂലി കൊടുക്കണോ? ഞാൻ പറഞ്ഞ പൈസ 10,000 രൂപയാണെങ്കിൽ 10,000 തരും, 1,00,000 രൂപയാണെങ്കിൽ 1,00,000 തരും. ഇപ്പൊ ഞാൻ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി പഠിച്ച അടുത്ത മാസം എനിക്ക് കിട്ടും. അപ്പൊ ആ പൈസ ഞാനും കൊടുക്കാം. എനിക്ക് ഇനി ചിട്ടി പൈസ ഉണ്ടാക്കിയാൽ പോയല്ലോ. ഞാൻ തയ്യാറാണ് 1,00,000 രൂപ കൊടുക്കാം. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പൊ ആയത്തിന് വിശ്വാസമല്ല, ആയത്തിന് ആരുടെ മോനാണ്. അതുകൊണ്ടാണ്, അല്ലാതെ എന്തൊന്നുമില്ല. അപ്പൊ ഞാൻ ഇയാളെ വീട്ടിൽ നിന്നിട്ട് വെല്ലുവിളിച്ച ഇയാൾക്ക് വിശ്വാസം ഉണ്ട്, ഇയാൾ എന്നെ വെല്ലുവിളി കേൾക്കത്തില്ലേ? അതുകൊണ്ട് ധൈര്യം വരാൻ പറയാം. നമ്മളൊക്കെ DNA ചെലവ് ഞാനേ വഹിക്കുന്നുള്ളൂ, അവരെ കൊണ്ട് വഹിക്കുന്നില്ല. അവരുടെ വഹിക്കുന്നത് എന്റെ DNA ക്കുള്ള ഞാൻ വഹിക്കും. പിന്നെ അമ്മ മരിച്ചു പോയല്ലേ? അമ്മ മരിച്ചു. എത്ര വർഷമായി? 3 വർഷം. 3 വർഷം. ഇതിപ്പം 3 വർഷം പോകുന്നു. ഇപ്പൊ വീട് വാടകയാണ്. ഇത് വാടകയാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? മക്കളെല്ലാം ഉണ്ട്. മോനെ 2 മക്കള്. മോടെ പഠിത്തം എല്ലാം കഴിഞ്ഞ് മോൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പം ചേട്ടാ ഇത്രയും നേരം
ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ മാം, താങ്ക്സ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും പിന്നെ കൊല്ലകടവ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് നന്ദി. ഞാൻ മുരളി ജയനാണ്. നിങ്ങളിൽ പലരും എന്നെ സ്നേഹിക്കുന്നവർ കാണും. നിങ്ങൾ എന്നെ നേരിട്ട് കാണാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണുമ്പം ഞാൻ എന്താണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും എൻ്റെ രീതി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം. നിങ്ങൾ ദയവായി ഒന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ദൈവം, എന്നോടൊപ്പം ഈ പ്രശ്നത്തിൽ എന്നോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങളെല്ലാം കൂടി നമ്മുടെ ഈ ഒരു വിഷയം, എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ചേർക്കാനുള്ള ഒരു വലിയൊരു മോഹം, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.